നമസ്കാരം. ഇന്നിവിടെ പ്രവചിക്കാൻ പോകുന്നത് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ കുംഭമാസത്തിലെ ജ്യോതിഷ പ്രവചനങ്ങളാണ്. അതായത് 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസത്തെ ആ കാലഘട്ടത്തെ പ്രവചനങ്ങളാണ്. നിങ്ങളൊരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ രചനകൾ പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കും. അതുവഴി പേരും പ്രശസ്തിയും ലഭിക്കേണ്ട സാധ്യതയും കിട്ടുന്നു. ധനലാഭവും പ്രതീക്ഷിക്കാം. നിങ്ങളൊരു ജ്യോതിഷിയാണെങ്കിൽ നിങ്ങളെ ലോകം അറിയപ്പെടുവാൻ പോകുന്നു. നിങ്ങൾ ഗായകനോ ഗായികയോ ആയാൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഇപ്പം ലഭിക്കേണ്ട സാധ്യത കാണുന്നു. സംഗീതജ്ഞനാണെങ്കിൽ ധാരാളം അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഭാഷകളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഭാഷാ പണ്ഡിതനോ അധ്യാപകനോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക ഗുണങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. രത്നവ്യാപാരിയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ധാരാളം ലാഭമുള്ള കച്ചവടങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങളൊരു ഫാഷൻ ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം വർക്കുകൾ ലഭിക്കുന്നു. മൃഗ ഡോക്ടറോ മൃഗ പരിശീലനോ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക മെച്ചം നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരുന്നു. അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റർ, അതായത് ആ പദവിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനും അതുവഴി സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്നു. വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന, പക്ഷികൾ വളർത്തുമൃഗങ്ങളുടെ വിൽപ്പന നടത്തുന്ന ഷോപ്പ് ഉടമസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കച്ചവടങ്ങൾ ഈ മാസം ലഭിക്കുന്നു. ഗുമസ്തനാണെങ്കിലും നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നു. പണം ലഭിക്കേണ്ട അവസരങ്ങൾ, പ്രൊമോഷൻ ലഭിക്കേണ്ട അവസരങ്ങൾ, ട്രാൻസ്ഫർ ലഭിക്കേണ്ട അവസരങ്ങളൊക്കെ ലഭിക്കുന്നു. കരകൗശല വിദഗ്ധരാണെങ്കിലും അവർക്കും ധാരാളം സാമ്പത്തിക മെച്ചങ്ങളുണ്ടാകുന്നു. നിങ്ങളൊരു നാവിഗേറ്റർ, അതായത് ഷിപ്പ് ഓഫീസറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെച്ചപ്പെട്ട അവസരം വരാൻ പോകുന്നു. ധാരാളം നിങ്ങൾ കാത്തിരിക്കുന്ന നല്ല ഷിപ്പിലേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിങ്ങളൊരു ഗൈഡാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു ടൂറിസ്റ്റ് ഗൈഡോ അല്ലാണ്ട് എന്തൊരു ഗൈഡായിരുന്നാലും നിങ്ങൾക്ക് അതുവഴി മെച്ചങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരം വരുന്നു. ഈ തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, ഞാൻ മേൽപ്പറഞ്ഞ തൊഴിലുകളാണ് അവർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. അതുവഴി സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കും. ഇനി ഞാൻ പ്രവചിക്കാൻ പോകുന്നത് മോശഫലങ്ങളെക്കുറിച്ചാണ്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ രോഗത്തിന് മരുന്ന് കഴിക്കുന്നു എങ്കിൽ അത് തുടരുക. കാരണം കുംഭമാസം നിങ്ങൾക്ക് രോഗം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. പ്രമേഹം, ഹൃദയരോഗം, ശ്വാസകോശ രോഗങ്ങൾ, അലർജി മൂലമുള്ളവർ കഷ്ടപ്പെടുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉദ്യോഗസ്ഥർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ശിക്ഷാ നടപടികൾ വരേണ്ട ഒരു സമയം കാണുന്നു. തസ്കരന്മാർ പലതും അപഹരിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വർണം, പണം, മറ്റു വിലപിടിച്ച രേഖകളൊക്കെ അപഹരിക്കപ്പെടാം. അത് വളരെ ശ്രദ്ധിക്കുക. ഗുണനിലവാരം കുറഞ്ഞ ബാങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ലോക്കറുകളിലോ ഒക്കെ വച്ചിരിക്കുന്ന സ്വർണവും വെള്ളി, അതുപോലെ പണം, അതുപോലെയുള്ള വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാനുള്ള സാധ്യത വളരെയധികം കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അത് നഷ്ടമാകാണ്ട് നോക്കുക. പല രീതിയിലും മനോവിഷമത്തിനും ദുഃഖത്തിനും കാരണമാകുന്നു. അതിനാൽ അതും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വളരെ കരുതലോടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന മോശഫലങ്ങളേ ഉള്ളൂ. അതുവഴി നിങ്ങൾക്ക് ഗുണഫലങ്ങളെല്ലാം അനുഭവിക്കേണ്ട യോഗവും മകയിര നക്ഷത്രക്കാർക്ക് കാണുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് 100% കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അല്ലെങ്കിൽ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.